കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയം ചിന്തയ്ക്കടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. ആകയാൽ മനസ്സാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പെർഗമോസിലെ സഭയോട് പറയുകയാണ്, ആകയാൽ മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുവാനായിട്ട് ദൈവം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മനസ്സാന്തരപ്പെട്ടില്ല എങ്കിൽ ദൈവത്തിൻ്റെ കടുത്ത ശിക്ഷയുണ്ടാകും. അപ്പോൾ ദൈവശിക്ഷയിൽ നിന്ന് ഒരു വിടുതൽ വേണമെങ്കിൽ പരിഹാരം ഒന്നേ ഉള്ളൂ, മറ്റൊരു പരിഹാരവുമില്ല. മനസ്സാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. അത് വിശ്വാസിയായാലും അവിശ്വാസികളുടെ ജീവിതമായാലും മനസ്സാന്തരം ആവശ്യമെന്ന് കണ്ടാൽ മനസ്സാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. മടങ്ങി വന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ കാഠിന്യമേറിയ ശിക്ഷയുണ്ടാകുമെന്ന് ഇവിടെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സാന്തരപ്പെടാത്തതായ പട്ടണങ്ങളുടെ മേൽ, രാജ്യത്തിന് മേൽ, കുടുംബത്തിന് മേൽ, വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ കടുത്ത ശിക്ഷ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ആലോചന പറയുകയാണ്, മാനസാന്തരപ്പെടണം, യഥാസ്ഥാനപ്പെട്ട് വരണം, മടങ്ങി വരണം, നിങ്ങളുടേതായ പാപങ്ങളെ പൂർണ്ണമായിട്ട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് അനുതാപമുള്ള ഹൃദയത്തോടെ പശ്ചാത്താപത്തോടുകൂടെ യഥാസ്ഥാനപ്പെട്ട ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന ദൈവം ആലോചന പറഞ്ഞു കൊടുക്കുകയാണ് പെർഗമോസ് സഭയോടുള്ള ബന്ധത്തിൽ. എബ്രായർക്ക് എഴുതിയ ലേഖനം നമ്മൾ 4-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാൾ തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യം ഉള്ളത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള വചനമാണ്. അത് ഇരുവാൾ തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ എൻ്റെ വായിലെ വാളുകൊണ്ട്, അത് വചനം വെച്ച് ദൈവം ന്യായം വിധിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബയോരിൻ്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യാക്കോബിൻ്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഇസ്രായേലിൻ്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ എന്ന് ഹല്ലേലൂയ ബിലയാം ആഗ്രഹിച്ചു. ദൈവമക്കളെ, ബിലയാമിൻ്റെ ആഗ്രഹം അതായിരുന്നു. എന്താണ് പറഞ്ഞത്? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ എന്ന് ബിലയാം ആഗ്രഹിച്ചുകൊണ്ട് താന് സ്വമേധയായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് അവൻ്റെ ആഗ്രഹമായിരുന്നു, അവൻ്റെ താല്പര്യമായിരുന്നു.
അവൻ്റെ ഇഷ്ടമായിരുന്നു ഭക്തന്മാർ മരിക്കുന്നത് പോലെ തന്നെ ഞാൻ മരിക്കണമെന്ന് അവൻ്റെ ആഗ്രഹമായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് അവൻ്റെ അവസാനമുണ്ടായത്? യോശുവയുടെ പുസ്തകം നമ്മൾ വായിച്ചതാണ്. ആമേൻ. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബയോരിൻ്റെ മകനായ ബിലെയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നുകളയുവാനായിടയായി തീർന്നു. അവന് മാനസാന്തരപ്പെടുവാൻ, ബിലെയാമിന് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ സർവശക്തനായ ദൈവം അവന് അവസരങ്ങൾ നൽകി. ഉരിയാട കഴുതയോട് ദൈവം ഇടപെട്ട് ആ കഴുതയിലൂടെ ബിലെയാമിനോട് ദൈവം സംസാരിപ്പാനായിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അപ്പോൾ അവന് ദൈവം അവസരങ്ങൾ നൽകുവാനായിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശിംശോൻ്റെതായ ചരിത്രം പഠിക്കുമ്പോൾ ശിംശോൻ ദലീലയുടെ മടിയിൽ കിടന്നു. ആമേൻ, സ്തോത്രം. അപ്പോഴും ആമേൻ, സർവശക്തനായ ദൈവം ശിംശോന് അതേ മാനസാന്തരപ്പെടുവാൻ, അവന് യഥാസ്ഥാനപ്പെടുവാൻ, അവന് മടങ്ങി വരുവാൻ സർവശക്തനായ ദൈവം, അല്ലെങ്കിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അതേ അവന് 3 അവസരങ്ങൾ ദൈവം അവന് നൽകുവാനായിടയായി തീർന്നു. ഒന്നാമതൊരവസരം നൽകി, രണ്ടാമതൊരവസരം നൽകി, മൂന്നാമതൊരവസരം ദൈവം നൽകി. ശിംശോൻ ദൈവത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യൻ, ന്യായാധിപനായ മനുഷ്യൻ, അവൻ യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരുവാൻ നല്ലവനായ ദൈവം അവന് അവസരം നൽകിയിട്ടും അവൻ്റെ അവസരത്തെ അവൻ നഷ്ടപ്പെടുത്തി കളയുവാനായിടയായിത്തുന്നു. ഇപ്രകാരമാണ് പ്രിയ ദൈവമക്കളെ, ബിലെയാമിനും ദൈവം യഥാസ്ഥാനപ്പെടുവാൻ മടങ്ങി വരുവാനായിട്ട് അരുതാത്ത വഴികളിലേക്ക് നീ പോകരുത് എന്ന് ദൈവം ബിലെയാമിന് അവസരം കൊടുത്തിട്ടും ബിലെയാം അവന് ദൈവം നൽകിയ അവസരത്തെ അവൻ അതിനെ നഷ്ടപ്പെടുത്തി കളയുവാനായിടയായി തീർന്നു. ഹല്ലേലൂയ. ആകയാൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കും ദൈവസന്നിധിയിലേക്ക് നാം അനുതാപമുള്ള ഹൃദയത്തോട്, പശ്ചാത്താപത്തോടുകൂടി, കണ്ണുനീരോടുകൂടി നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റിയിരിക്കുന്ന ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ അതിനെ എന്നേക്കുമായി വിട്ടുപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ അല്ലെങ്കിൽ വ്യക്തികളിലൂടെ നമുക്ക് അവസരങ്ങൾ നമുക്ക് തരുമ്പോൾ നാം അവസരത്തെ പാഴാക്കി കളയാതെ, നഷ്ടപ്പെടുത്തി കളയാതെ ഇന്ന് ഈ നിമിഷം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നാമും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, ഹല്ലേലൂയ, മാനസാന്തരപ്പെടുകയാണെങ്കിൽ ദൈവം സ്വതം നമ്മുടെ മേൽ നിശ്ചയിച്ചിരിക്കുന്ന ആ ന്യായവിധിയെ നമ്മിൽ നിന്ന് മാറ്റി ദൈവം നമ്മെ അനുഗ്രഹിപ്പാനായിടയായിത്തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറയുകയാണ് ചെയ്തത്. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തെ നാം നിഷേധിച്ചു കളഞ്ഞാൽ, നാം തള്ളിക്കളഞ്ഞാൽ, നാം അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനത്തെ നാം പുറംകാൽ കൊണ്ട് തട്ടിക്കളഞ്ഞാൽ, ഹല്ലേലൂയ, ഒരു ന്യായവിധിയുണ്ട് എന്ന് മറന്നു കളയരുത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഹല്ലേലൂയ. ഒരു ന്യായവിധിയുണ്ട് പ്രിയമുള്ളവരെ. അതിനോട് ബന്ധപ്പെട്ടാണ് ഇവിടെ ആ സഭയോടുള്ള ദൂത് വിളിച്ചു പറയുന്നത്. എന്താണ് പ്രഭു സഭയുടെ ദൂതന് പറയുന്നത്? അവൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവാൾ തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയ. പറയുകയാണ് എന്നാണ്, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ദുർനടപ്പ് വിട്ടുപേക്ഷിക്കുവാൻ, ഹല്ലേലൂയ, വിഗ്രഹാർപ്പിതം തിന്നുന്നതിനെ കുറിച്ച് ബന്ധത്തിൽ ബിലെയാമിൻ്റെ ഉപദേശം, നിക്കോലോവരുടെ ഉപദേശം, ഇതെല്ലാം അരുതാത്തതായ
പാപങ്ങൾ സഭയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നീ വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് നീ ദൈവത്തിലേക്ക് തിരികുകയാണെങ്കിൽ ദൈവം നിന്നെ ന്യായവിധിയിൽ നിന്നെ രക്ഷിപ്പാനിടയായിത്തരും. മറുതലിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുമെന്ന് ഈ വചനത്തിലൂടെ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നു എങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്തു മത്സരിക്കുന്നു എങ്കിലോ വാളിനിരയായി തീരുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നതാകയാൽ ഈ സമയം പ്രിയമുള്ളവരെ, മാനസാന്തരത്തിന് ആവശ്യമായിരിക്കുന്ന വ്യക്തികൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിയണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. സ്നേഹനിധിയായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ആകെ മാനസാന്തരത്തിന് കർത്താവെ ആവശ്യകതയുള്ള വ്യക്തികൾ ഈ ജീവനുള്ള വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ മാനസാന്തരപ്പെട്ട യഥാസ്ഥാനപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ ഹല്ലേലൂയ അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എളിയവൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടെങ്കിൽ ദയക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.